കേരള ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയുടെ 725ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഹൈബി ഈഡൻ MP സന്ദർശനം നടത്തി. വികാരി ഫാദർ പോൾ ചുള്ളിയെയും വിശ്വാസികളെയും കണ്ട് ആശംസകൾ അറിയിച്ചു. 238ാമത് ചരമവാർഷികം ആചരിക്കുന്ന മാർ ജോസഫ് കരിയാറ്റി മെത്രാപ്പോലിത്തായുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പഴയ പള്ളിയിൽ സന്ദർശനം നടത്തുകയും കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആലങ്ങാട് സെന്റ് മേരീസ് പള്ളി ക്രൈസ്തവ ചരിത്രത്തിന്റെ തന്നെ പൗരാണികതയുടെ ഒരു വലിയ ചിഹ്നമാണ്. നമ്മൾക്ക് അഭിമാനം പകരുന്ന ഒരു വലിയ ഭാഗ്യമാണ് കരിയാറ്റി പിതാവ് ഈ ഇടവക പ്രദേശത്ത് ജനിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈസ്തവ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സേവനം ഇവിടെ പഠിച്ചതിനു ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനും ക്രൈസ്തവ സഭയുമായി ചേർന്ന് പ്രവർത്തിക്കാനും അതിന്റെ പുരോഗതിക്ക് വേണ്ടി ഇടപെടാനും കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി തന്നെ കരുതേണ്ട ഒന്നാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലേക്ക് കരിയാറ്റി പിതാവ് എത്തിച്ചേർന്നിരുന്നെങ്കിൽ തന്നെ ഒരുപക്ഷെ ഇന്നുള്ള കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ തന്നെ ചരിത്രത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ച ആലങ്ങാട് എന്ന കൊച്ചു പ്രദേശത്ത് നിന്ന് സഭാവിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ അതുപോലെ തന്നെ സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ നമ്മൾ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ഗോവയിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ ഓർക്കാനും അദ്ദേഹത്തെ ആദരിക്കാനും 725 വർഷം ചരിത്രമുള്ള സെന്റ് മേരീസ് ദേവാലയത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ എന്നും നമ്മൾ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുണ്യമായി ഈ ഭൂമി എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എന്റെ വലിയ കൈക്കാരൻ PD വർഗീസ്, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു കരിയാറ്റി, കൺവീനർ അഡ്വക്കേറ്റ് ജൂഡോ പീറ്റർ, KV പോൾ, ജോസ് കോപുരത്തിങ്കൽ, അഗസ്റ്റിൻ ആക്കുന്നത്ത്, സുനിൽ തിരുവാലൂർ, ജോയി കൈതാരൻ, ഇർവാസിസ് മാനാടൻ, ബാബു മാത്യു, മുഹമ്മദ് നിലയിടത്ത്, സുബൈർ ഖാൻ, ലിസി മാളിയേക്കൽ, വിജി ജോളി എന്നിവർ പങ്കെടുത്തു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.